നീ പണയം വെച്ച മാല തിരിച്ചെടുത്തോ? പണയം വെച്ച മാല തിരിച്ചെടുക്കാനോ? എന്റെ എവിടുന്ന പൈസ? ഇത് മുക്കുകൊണ്ടാണ്. നീ ഈ കടയെല്ലാം അവിടെ വരുത്തി വെച്ച് എങ്ങനെ വീട്ടാനാ പ്ലാൻ? എന്റെ പ്ലാൻ എന്ന് വെച്ചാലുണ്ടല്ലോ, ഒരു വലിയ ലോൺ എടുക്കണം, എന്നിട്ട് ഈ ചെറിയ കടങ്ങളൊക്കെ വീട്ടണം, എന്നിട്ട് ഒറ്റ കട ആക്കണം. അതൊക്കെ ഞങ്ങളുടെ ശരത്തേട്ടൻ. വാങ്ങിച്ച സ്വർണം പണയം വെക്കാനോ വിൽക്കാനോ സമ്മതിക്കത്തില്ല. എന്തെങ്കിലും ആവശ്യത്തിന് പണയം വെക്കാൻ പറഞ്ഞാൽ പോലും വേണ്ടെന്നേ പറയത്തുള്ളൂ. ഈ സെയിം ഡിസൈൻ നീ എവിടെ നിന്ന് ഒപ്പിച്ചു? അതാണ്, ഈ സെയിം ഡിസൈനുള്ള മാല ഉണ്ടല്ലോ, ഞാൻ ഇവിടെ മൊത്തം ഞാൻ തപ്പി നടന്നു, എവിടുന്നും കിട്ടിയില്ല. ഒരു ശരത്തേട്ടനെ വിളിച്ചപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു ഇന്ന കടയിൽ പോയാൽ മതി, അതുപോലെ തന്നെ പണി തരുമെന്ന് പറഞ്ഞ് അങ്ങനെ സെറ്റാക്കിയത്. ഇതിന് ശരത്തേട്ടൻ എങ്ങനെ അറിയാം ആ കട? ശരത്തേട്ടൻ അവധിക്ക് വരുമ്പോഴേ നിന്റെ മാലയ്ക്ക് തിളക്കക്കുറവാ, ഞാൻ കഴിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചോണ്ട് പോകാറുണ്ടോ? കഴിഞ്ഞ വർഷം എന്റെ കഴിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയായിരുന്നു. അതെ, കഴുകാൻ കൊണ്ടുപോകുമ്പോൾ സ്വർണ്ണക്കടയിലോട്ടാ പോണേ. പക്ഷെ തിരിച്ച് ഈ മാല വരുന്നത് ഈ ചേട്ടന്റെ കടയിൽ നിന്നാ. അപ്പൊ ഇത് നോക്കണ്ട, മുക്കുകൊണ്ട. എന്നാ പറ്റിയമ്മേ? ഈ പ്രാവശ്യം എന്റെ മാലയാടി കഴുകാൻ കൊണ്ടുപോയത്.